കേരള ലോട്ടറിയുടെ ടിക്കറ്റ് നിരക്കും സമ്മാനഘടനയും മാറ്റിയത് തിരിച്ചടിയാകുന്നു. ടിക്കറ്റ് വിൽപ്പന കുത്തനെ കുറഞ്ഞതായി വിൽപ്പനക്കാർ. ലോട്ടറി വിൽപ്പന മേഖല പ്രതിസന്ധിയിൽ. ലോട്ടറി നറുക്കെടുപ്പിന്റെ സമ്മാനഘടന മാറ്റി സമ്മാനങ്ങളുടെ എണ്ണം ഉയർത്തിയാൽ വൻ സ്വീകാര്യത കിട്ടുമെന്നായിരുന്നു ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ. സ്വീകാര്യത കിട്ടിയില്ലെന്ന് മാത്രമല്ല, വൻ തിരിച്ചടിയാവുകയും ചെയ്തു. ടിക്കറ്റുകളുടെ വിൽപ്പന പകുതിയോളം കുറഞ്ഞതായി ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. മെയ് 2 മുതലാണ് പുതിയ സമ്മാനഘടന നടപ്പാക്കിയത്. ഒന്നാം സമ്മാനം 1 കോടി രൂപയായി ഉയർത്തി. ടിക്കറ്റ് നിരക്ക് 40 നിന്ന് 50 രൂപയാക്കി. ഒരു നറുക്കെടുപ്പിൽ 3 ലക്ഷം സമ്മാനം നൽകിയിരുന്നിടത്ത് അത് ഇരട്ടിയാക്കി. പക്ഷേ സമ്മാനങ്ങളുടെ തുക കുറച്ചു. 1 കോടിയിൽ പരം ടിക്കറ്റ് അടിച്ചിരുന്നിടത്ത് ലോട്ടറി വകുപ്പ് 10 ലക്ഷം ടിക്കറ്റ് കുറച്ചിട്ടുണ്ട്. പക്ഷേ ടിക്കറ്റ് നിരക്ക് കൂട്ടിയതിനാൽ ലോട്ടറി വകുപ്പിന് നഷ്ടമില്ല, കൂടുതൽ ലാഭം മാത്രം. എന്നാൽ വയറ്റത്തടിച്ചത് ലോട്ടറി വിൽപ്പനക്കാർക്കാണ്. പതിവായി ലോട്ടറി എടുക്കുന്നവർ എടുക്കുന്ന ടിക്കറ്റിന്റെ എണ്ണം കുറച്ചു. എന്നിട്ടും ടിക്കറ്റ് ബാക്കിയാവുകയാണെന്ന് ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. മെയ് 2-ാം തീയതിക്ക് ശേഷം വളരെ മോശമാണ് കച്ചവടം. പകുതി ആണല്ലോ ടിക്കറ്റ് വിൽക്കണില്ല. പല ദിവസങ്ങളിൽ ബാക്കിയാണ്, കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കച്ചവടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത അവസ്ഥയാണ് ഇപ്പോൾ. ലോട്ടറി ടിക്കറ്റിന്റെ വില 40 രൂപയിൽ നിന്ന് 50 രൂപയാക്കിയത് തിരിച്ചടിയായതായി പറയുന്നു. വിൽപ്പന കമ്മീഷനും പ്രൈസ് കമ്മീഷനും കുറച്ചു. ലോട്ടറി വിൽപ്പനയോടെയുള്ള ഉപജീവനവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിസന്ധിയിലാണെന്ന് സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.